ഒയാസിസ് കമ്പനിയുടെ കെട്ടിട നിർമ്മാണത്തിന് ഈ പുതുശ്ശേരി പഞ്ചായത്ത് വെള്ളം നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ നിൽക്കുന്ന കോരയാർ പുഴയിൽ നിന്ന് വെള്ളം നൽകാനാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളത് പഞ്ചായത്ത് ഭരണസമിതിയാണ് പറയേണ്ടത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീഷ് കെ ആണ് എന്നോടൊപ്പം ഉള്ളത്. ഇപ്പോൾ മറ്റൊരു പഞ്ചായത്തിലുള്ള ഒരു പദ്ധതിക്ക് വേണ്ടി ഇവിടെ കെട്ടിട നിർമ്മാണത്തിന് വെള്ളം കൊടുക്കാൻ നിങ്ങൾ തീരുമാനിക്കാനുള്ള ഒരു കാരണം എന്താ? പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഒരു കേരളത്തിലെ രണ്ടാമത്തെ വ്യവസായ മേഖല സ്ഥിതി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് പുതുശ്ശേരി പഞ്ചായത്ത്. അതുപോലെ തന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി വരാൻ പോകുന്ന ഒരു പഞ്ചായത്ത് കൂടി പുതുശ്ശേരി പഞ്ചായത്ത്. അതുകൂടാതെ പുതുശ്ശേരി പഞ്ചായത്ത് ഒരു വ്യവസായ സൗഹൃദ പഞ്ചായത്ത് കൂടിയാണ്, കർഷകർക്കൊപ്പം നിന്നൊരു പഞ്ചായത്ത് കൂടിയാണ്. ഇവിടെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് പുതുശ്ശേരി പഞ്ചായത്ത് കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുത്തു എന്ന്. അതൊരു തെറ്റായ വാർത്തയാണ്. പുതുശ്ശേരി പഞ്ചായത്തല്ല കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചത്. പഞ്ചായത്ത് NOC കൊടുത്ത് അവിടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുവാൻ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സ്ഥാപനം നമുക്ക് ഈ ഒയാസിസ് പറയുന്ന സ്ഥാപനം NOC ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനനുമതിയാണ് പഞ്ചായത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ശരിയാണ്, ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ് എന്നുള്ളതിൽ സംശയമില്ല. പക്ഷേ ആ പുതുശ്ശേരി പഞ്ചായത്തിൽ പോലും ഇതുവരെ കോരയാർപ്പുഴയിൽ നിന്ന് ഒരു സ്ഥാപനത്തിനും, നിരവധി വ്യവസായ സ്ഥാപനങ്ങൾ, നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങളുണ്ട്. ഈ കഞ്ചിക്കോട് വ്യവസായ മേഖലയിൽ ഒരു സ്ഥാപനത്തിന് പോലും കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളമെടുക്കാൻ അനുമതി നൽകിയിട്ടില്ല ഇതുവരെ. അതായത് ഞങ്ങളുടെ ഭരണസമിതി കാലയളവ് നൽകിയിട്ടില്ല. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള അനുമതി കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതുകൂടാതെ നിരവധിയായ സ്ഥാപനങ്ങൾ അനുമതി ഇല്ലാതെ തന്നെ ഈ മേഖലയ്ക്കകത്ത് വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന കാലഘട്ടങ്ങളിൽ ഈ കോരയാർപ്പുഴ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് വെള്ളം സംഭരിച്ചവർ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ല, ഇത് ഈ കൃഷി, കുടിവെള്ളം ഇതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇത്രയും വ്യവസായ മേഖലയാണെങ്കിലും അവർക്ക് കിൻഫ്ര വഴിയൊക്കെ മലമ്പുഴയിൽ നിന്ന് വെള്ളം എത്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള ഒരു സ്ഥാപനത്തിനാണ് നൽകിയിരിക്കുന്നത്. അതായത് കിൻഫ്ര വഴിയല്ല വെള്ളം, മലമ്പുഴ ഡാമിൽ നിന്നാണ് പുതുശ്ശേരി പഞ്ചായത്തിലെ എല്ലാ മേഖലകളിലും വെള്ളം എത്തിക്കുന്നത്. അത് നാളെ വരെ പുതുശ്ശേരി പഞ്ചായത്ത് എല്ലാ മേഖലയിലും വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ പഞ്ചായത്തിനകത്ത് എല്ലാ മേഖലകളിലും പല മേഖലകളിലും കുടിവെള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതി മുഖാന്തരം എല്ലാ മേഖലകളിലും വെള്ളം എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഏറ്റവും കൂടുതൽ വരൾച്ച വരുന്ന സമയങ്ങളിൽ പുതുശ്ശേരി പഞ്ചായത്ത് തന്നെ ടാങ്കർ വെള്ളം ചില മേഖലകളിൽ എത്തിക്കാറുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ പൈപ്പ് കൂട്ടി അത്യാവശ്യ ഘട്ടം വന്നാൽ പഞ്ചായത്തിന് നേരിട്ട് ടാങ്കർ വെള്ളം എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം ചെയ്യാറുണ്ട്. ഈ പ്രതിപക്ഷാംഗങ്ങളൊക്കെ പറയുന്നത് ഈ വലിയ വരൾച്ച വരുമ്പോൾ വെള്ളം കൊടുക്കേണ്ട ഒരു പുഴ കൂടിയാണ്, ഇങ്ങനെ വ്യാപകമായി വെള്ളം കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനെല്ലാം ബാധിക്കുന്നുള്ളതാണ്. അതായത് ഒന്ന് പുതുശ്ശേരി പഞ്ചായത്തല്ല അനുമതി കൊടുക്കുന്നത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ കോരയാർപ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കേണ്ട അനുമതി ഉണ്ട്. പഞ്ചായത്തിൻ്റെ ഒരു NOC ആയി ബന്ധപ്പെട്ട് ഒരു അനുമതിക്ക് വന്നു. ആ അനുമതി പഞ്ചായത്ത് നിരവധിയായ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ NOC ആയി ബന്ധപ്പെട്ട് ആവശ്യപ്പെട്ട് വന്നിട്ടുണ്ട്. അന്ന് കാലഘട്ടത്തിലുള്ള ഭരണസമിതി മുൻപ് പഞ്ചായത്തിന് പുറത്തുള്ള ഒരു സ്ഥാപനത്തിന് വേണ്ടി ഇത്തരം ഒരു ഇളവ് നൽകിയിട്ടുണ്ടോ? ഞങ്ങളുടെ കാലയളവിൽ അങ്ങനെ ആവശ്യം ഉന്നയിച്ച് വന്നിട്ടില്ല. മുൻകാലങ്ങളിലുള്ളത് എനിക്ക് അറിയില്ല അതിനെക്കുറിച്ച്. ഇതിലൊരു വലിയ ധൃതി നടന്നിട്ടില്ല. സാധാരണ ഒരു അനുമതി ഒരു അപേക്ഷ ലഭിക്കുകയാണെങ്കിൽ അതിന് ഈ ബോർഡിൽ വരാനൊക്കെ ഒരു സമയം എടുക്കും. അത് 17-ാം തീയതി അപേക്ഷിക്കുന്നു, വളരെ പെട്ടെന്ന് 11-ാമത്തെ ദിവസം നിങ്ങൾ അനുമതി കൊടുക്കുന്നു. അതായത് ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ കിടക്കുകയാണ്. ഇനി ഒരുപക്ഷെ ഇനി നോട്ടിഫിക്കേഷൻ വരാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം സമയമുള്ളൂ. ഒരു അപേക്ഷ വന്നു, അവസാന ബോർഡിലാണ് ഞങ്ങൾക്ക് വന്നിട്ടില്ല. എല്ലാ അപേക്ഷകളും കഴിഞ്ഞ ബോർഡിനകത്ത് ഞങ്ങളത് പരിഗണിച്ച് പോയിട്ടുണ്ട്. അതിനകത്ത് പ്രത്യേകം താല്പര്യം നേരത്തെടുത്തില്ല. കുറേ അപേക്ഷകൾ വന്നിട്ടുണ്ട്. ആ അപേക്ഷക്കകത്തും ഈ ഒരു NOC ബന്ധപ്പെട്ട് അനുമതിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതും അതിൽ ഉൾപ്പെട്ട് പോയിന്നുള്ളൂ. അല്ലാതെ പ്രത്യേകം താല്പര്യം നേരത്തെ ഞങ്ങൾ കാണിച്ചിട്ടില്ല. ഇപ്പോൾ ഈ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിമർശനം, ഇതിൽ വലിയ അഴിമതിയുണ്ട്, ഒയാസിസിൽ നിന്ന് പണം വാങ്ങിയാണ് ഇങ്ങനെ ചെയ്തത്. അതുതന്നെ ഈ ബോർഡിൻ്റെ നടപടിക്രമങ്ങൾ പാലിക്കാതെ ഈ കത്ത്, തപാൽ എന്നീ വകുപ്പിൽ ഉൾപ്പെടുത്തിയാണ് ഇത് ചെയ്തതെന്നാണ്. അവർ കത്തായിട്ട് തന്നിട്ടുള്ളത്. ആ കത്താണ് ഞങ്ങൾ പരിശോധിച്ച് പോയിട്ടുള്ളത്. കോൺഗ്രസും BJPയും പുതുശ്ശേരി പഞ്ചായത്തിൽ ഒരു നാണയത്തിന് ഇരുവശങ്ങളാണ്. ഇപ്പോൾ പുതുശ്ശേരി പഞ്ചായത്ത് ഇന്ന് ഞങ്ങളുടെ വികസന ജാഥ നടക്കുകയാണ്. നാളെ വരെ പുതുശ്ശേരി പഞ്ചായത്തിനകത്ത് ഒരു വികസനവുമായി ബന്ധപ്പെട്ട് വികസനത്തിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധ ജാഥ നടത്താൻ മറ്റേ ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പുതുശ്ശേരി പഞ്ചായത്ത് 23 വാർഡിലും തുല്യമായ ഫണ്ട് വീഴ്ചകൊണ്ടാണ് വികസനം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഈ നാട്ടിലെ ജനതയ്ക്ക് അറിയാം. അതിൻ്റെ വികസന മുന്നേറ്റ ജാഥയാണെന്ന് CPM നേതൃത്വത്തിൽ പുതുശ്ശേരി പഞ്ചായത്ത് 2 മേഖലാ ജാഥ സംഘടിപ്പിക്കുകയാണ്. കിഴക്കൻ മേഖലാ ജാഥയും പടിഞ്ഞാറൻ മേഖലാ ജാഥയും. പാർട്ടിയുടെ 2 ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജാഥ ക്യാപ്റ്റന്മാരായി വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഞങ്ങൾ എത്തിക്കൊണ്ട് ഞങ്ങൾ നടത്തിയ വികസനങ്ങൾ ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി ജാഥ ഈ കെട്ടിട നിർമ്മാണത്തിനാണ് ഇപ്പോൾ വെള്ളം നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി മദ്യനിർമ്മാണത്തിന് അങ്ങനെ ഒരു അപേക്ഷ വരികയാണെങ്കിൽ ഈ CPM നേതൃത്വം നൽകുന്ന ഭരണസമിതി അവർക്ക് വെള്ളം നൽകാൻ തയ്യാറാണോ? അതായത് നിലവിൽ കൺസ്ട്രക്ഷൻ വർക്കാണ് വന്നിട്ടുള്ളത്. ഇനി മദ്യ നിർമ്മാണത്തിന് ഇപ്പോഴൊന്നും വെള്ളം കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ അറിയുന്നില്ല. അത് അവിടുത്തെ ഞങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ആ സ്ഥാപനം മഴവെള്ളം സംഭരിച്ചുകൊണ്ടാണ്
അത്തരമൊരു സംവിധാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ അനുമതിക്ക് വരുമ്പോൾ അത് അന്നത്തെ ആ ഭരണസമിതി ആരായി അവരത് പരിശോധിച്ച് പോകും. എന്തായാലും CPM-ൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും വിശദീകരണമാണ് കേട്ടത്. ഈ കാണുന്ന കോരയാർ പുഴയിൽ നിന്നാണ് വെള്ളം എടുക്കാനുള്ള തീരുമാനം. നേരത്തെ മൈനർ ഇറിഗേഷന് അപേക്ഷ നൽകുന്നു. അതിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായ പുതുശ്ശേരി പഞ്ചായത്തിന് ഒരു എതിർപ്പുമില്ല എന്ന് അറിയിച്ചുള്ള അനുമതിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.